മഞ്ചേശ്വരത്ത് വിജയിച്ചത് താൻ തന്നെയാണെന്ന നിലപാടിലാണ് കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിക്ക് താൻ മഞ്ചേശ്വരത്ത് വിജയിക്കുമെന്ന ഒരു ഭയമാണുള്ളതെന്നും കൊട്ടാരക്കര ജയിലിൽ നിന്ന് റാന്നിയിലെ കോടതിയിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് മാധ്യമങ്ങളോട് കെ സുരേന്ദ്രൻ തുറന്നു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ അബ്ദുൾ റസാഖ് MLA കള്ള വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് മഞ്ചേശ്വരത്ത് വിജയിച്ചതെന്നും താനാണ് അവിടെ കൃത്യമായ രീതിയിലുള്ള വോട്ടുകൾ നേടി വിജയിച്ചതെന്ന നിലപാടാണ് കെ സുരേന്ദ്രനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസും നടക്കുന്നുണ്ട്. എന്നാൽ മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിന് കൃത്യമായ ഒരു മറുപടി നൽകിയതായിരുന്നു കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നത്. മഞ്ചേശ്വരത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ BJPയോ അല്ലെങ്കിൽ താനോ മുന്നോട്ട് വരില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നും കൂടി നമുക്ക് ആ നിലപാടിൽ നിന്ന് വ്യക്തമാക്കാം. അതായത് കെ സുരേന്ദ്രൻ കേസിന്റെ വിധിയും കാത്തു നിൽക്കുകയാണ്. കേസിന്റെ വിധി തനിക്ക് അനുകൂലമായി വരുമെന്ന ഒരു നിശ്ചയത്തിൽ കൂടിയാണ് കെ സുരേന്ദ്രൻ കടന്നു പോകുന്നുള്ളത്. ആ ഒരു ഭയം മുസ്ലിം ലീഗിനേക്കാൾ CPIM-നുണ്ട് എന്നതും കൂടിയാണ് സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയന് അത് സഹിക്കാൻ പറ്റുന്നതല്ല എന്നും താൻ വിജയിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനേക്കാളും മുസ്ലിം ലീഗിനേക്കാളും ബാധിക്കുന്നത് CPIM എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ തുറന്നു പറഞ്ഞിട്ടുള്ളത്. വ്യക്തമായി പറഞ്ഞാൽ ഏറെ വിവാദമായ മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പിൽ കേസുമായി മുന്നോട്ട് പോകുന്ന കെ സുരേന്ദ്രൻ ഉപതിരഞ്ഞെടുപ്പിന് തയ്യാറല്ല എന്ന ഒരു വലിയ സൂചന കൂടി നൽകുകയാണ് ഇവിടെ. P ജയരാജനെ പോലെ നെഞ്ചുവേദന അഭിനയിച്ച് തലകറങ്ങി വീണ് താൻ നാടകം കളിക്കാൻ തയ്യാറല്ല എന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് കടുത്ത രീതിയിലുള്ള താക്കീത് നൽകുന്നതോടൊപ്പം മഞ്ചേശ്വരത്തെ ഉപതിരഞ്ഞെടുപ്പിനെ കാത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു മുന്നറിയിപ്പും കൂടിയാണ് കെ സുരേന്ദ്രൻ നൽകിയിട്ടുള്ളത്. മഞ്ചേശ്വരത്ത് ഉപതിരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ താൻ വിചാരിക്കണമെന്ന വലിയ ഒരു തീരുമാനവും കൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിന് BJP ഒരുക്കമല്ല എന്ന ലക്ഷ്യവും കൂടി മുന്നിലോട്ട് വെക്കുന്നുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥിയെ രഹസ്യമായി നിർണയിച്ചിട്ടുണ്ടെങ്കിലും എന്നാൽ കൂടി വിധിയിലുള്ള വിശ്വാസം കൈവിടാതെയാണ് കെ സുരേന്ദ്രൻ മുന്നിലോട്ട് പോകുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.